ഇതൊരു റോഡ് ട്രിപ്പാണ്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന, ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവരൊക്കെ പോയിരിക്കേണ്ട ഒരു റോഡ് ട്രിപ്പ്. മഞ്ഞും മഴയും വെയിലും തണലും ഒക്കെ ഒരു ദിവസം തന്നെ കാണാൻ പറ്റുന്ന, പ്രകൃതിയുടെ ശാന്തത അതിൻ്റെ പീക്കിൽ അടുത്ത് അനുഭവിക്കാൻ പറ്റുന്ന ഒരു റോഡ് ട്രിപ്പ്. സ്കോട്ട്ലാൻഡിലെ ഇൻവേർണസിൽ നിന്ന് തുടങ്ങി നോർത്തേൺ റീജിയൻ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് ഇൻവേർണസിൽ തന്നെ എത്തുന്ന ഏകദേശം 830 കിലോമീറ്ററോളം ദൂരമുള്ള ഒരു സർക്യൂട്ട് ട്രിപ്പ്. ഇതാണ് നോർത്ത് കോസ്റ്റ് 500 എന്നറിയപ്പെടുന്ന NC500 റോഡ് ട്രിപ്പ്. ഈ റോഡ് ട്രിപ്പ് ചെയ്യാനായി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഓരോ വർഷവും ആളുകളോട് എത്താറുണ്ട്, പ്രത്യേകിച്ച് റൈഡേഴ്സ്. അതിമനോഹരമായ കാഴ്ചകളാണ് യാത്രയിലുടനീളം നമ്മളെ കാത്തിരിക്കുന്നത്. ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ജോലി കഴിഞ്ഞാണ് ഞങ്ങൾ 4 ഫ്രണ്ട്സ് ഇംഗ്ലണ്ടിൽ നിന്നും യാത്ര തുടങ്ങിയത്. ഏകദേശം 650 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്ത് വേണം ഇംഗ്ലണ്ടിൽ നിന്നും സ്കോട്ട്ലാൻഡിലെത്താൻ. ഒരാഴ്ചത്തെ ഫുഡിനുള്ള സാധനങ്ങൾ, പോർട്ടബിൾ ഗ്യാസ് സ്റ്റൗ, ടെൻറ്റ്, പുതപ്പുകളൊക്കെയായി ഒരു നൊമാഡ് മൂഡിലാണ് ഈ യാത്ര. ഏകദേശം 7 മണിക്കൂറത്തെ ഡ്രൈവിന് ശേഷം പുലർച്ചെ 1 മണിയോടെ സ്കോട്ട്ലാൻഡിലെത്തി ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ തങ്ങി അടുത്ത ദിവസമാണ് NC500ൻ്റെ തുടക്കം. ഇൻവേർണസ് ആണ് സ്കോട്ടിഷ് ഹൈലാൻഡ്സിൻ്റെ ഗേറ്റ് വേ. ഇൻവേർണസ് കഴിഞ്ഞാൽ പിന്നെ കാര്യമായ ടൗണുകളൊന്നുമില്ല. പിന്നീട് അങ്ങോട്ട് പ്രകൃതിയും അതിൻ്റെ വിശാലതയും നമ്മളും നമ്മുടെ കഥകളും മാത്രം. യാത്രക്കിടയിലാണ് കണ്ണെത്താ ദൂരത്തോളം മഞ്ഞ പൂക്കൾ നിറഞ്ഞ ഈ മനോഹര കാഴ്ച കണ്ടത്. ഇംഗ്ലണ്ടിലെയും സ്കോട്ട്ലാൻഡിലേക്ക് മെയിൻ കൃഷികളിലൊന്നായ റേപ്പ് സീഡിൻ്റെ ഫീൽഡാണിത്. ഇതിൻ്റെ മലയാളം തപ്പി ഗൂഗിളിൽ പോയപ്പോൾ കിട്ടിയ ആൻസർ കണ്ട് ഞെട്ടി ആ ശ്രമം ഉപേക്ഷിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം. തുടർന്നുള്ള യാത്രയിലാണ് വിജനമായ കടലിലേക്ക് നോക്കി നിൽക്കുന്ന ഈ ഗംഭീര കാസിൽ കണ്ടത്. ഒറ്റ നോട്ടത്തിൽ ഒരു ഡിസ്നി മൂവിയിലോ ഫെയറി ടെയിൽ സ്റ്റോറീസിലൊക്കെ എത്തിപ്പെട്ട പോലെ തോന്നും. ഇതാണ് ഡെൻറോബിൻ കാസൽ. 1300കളിൽ ഒരു മെഡീവൽ ഫോർട്രസായി നിർമ്മിച്ച ഈ കോട്ട പിന്നീട് 1800കളിൽ ഒരു ഫ്രഞ്ച് ആർക്കിടെക്ചർ സ്റ്റൈലിലേക്ക് റിന്യൂവേറ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. സ്കോട്ട്ലാൻഡിലെ സദർലാൻഡ് ഫാമിലിയുടെ പ്രൈവറ്റ് ഓണർഷിപ്പിലാണ് ഇപ്പോഴും ഈ കാസൽ. ഇന്നത്തെ യാത്രയുടെ എൻ്റെ ഡെസ്റ്റിനേഷൻ നോർത്ത് ഈസ്റ്റേൺ സ്കോട്ട്ലാൻഡിലെ വിക്കിലാണ്. വിക്കിലെത്തി കൊണ്ടുപോയ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഡോൾഫിനെയും തപ്പി കുറേ തേരാപാര നടന്നെങ്കിലും ഒന്നിനെയും കാണാൻ പറ്റിയില്ല. ഒരു നല്ല വൈകുന്നേരം അവിടെ ചിലവഴിച്ച് ഞങ്ങൾ അന്നത്തെ രാത്രിയിലേക്കുള്ള ടെൻറ്റ് സെറ്റാക്കി കൊടും തണുപ്പത്ത് 2 പുതപ്പുകൾ ലെയറാക്കി പുതച്ച് സുഖമായി ഉറങ്ങി. ബാക്കി കഥ അടുത്ത വീഡിയോയിൽ പറയാം. ബൈ.